എനിക്ക് തീരെ വിശ്വാസമില്ല. എന്താണ് നിനക്ക് വിശ്വാസമില്ലാത്ത? എനിക്കറിയാം നിനക്ക് വിശ്വസിക്കാൻ എളുപ്പം പറ്റില്ല, പക്ഷെ അതാണ് സത്യം. ഇല്ലെങ്കിൽ അതെന്താ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞേ? ഇല്ലെങ്കിൽ നീ ഇങ്ങനെ അവൻ്റെ ഫോട്ടോ എടുത്താൽ ഇങ്ങനെ കുത്തിക്കുറിച്ച് വെക്കില്ലായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ എൻ്റെ തോന്നുന്നത്. അങ്ങനെ തന്നെയാ, ശരിയാ. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കാണിക്കാൻ കുറച്ച് ഫോട്ടോസിനും കൂടെ ഞാൻ എന്ത് അർത്ഥം ഉദ്ദേശിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തെന്നും കൂടെ പറഞ്ഞു തരണേ. ഇതൊക്കെ എൻ്റെ അനിയൻ തന്നെയാണ്. നീ ഈ ഫോട്ടോയ്ക്കകത്തൊക്കെ അവനെ നന്നായിട്ട് ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. പൊന്നുമോളെ, ഇത് അത് തന്നെ. നിനക്ക് അവനോട് നല്ല പ്രേമം, മൂത്ത പ്രേമം. ഇത് വേറൊന്നുമല്ല. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആരും ആരുടെ ഫോട്ടോ ഒന്നും എഡിറ്റ് ചെയ്തില്ല. അല്ലടി, ഇതൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള ഫോട്ടോസ് വേണമല്ലോ. അല്ല, അവൻ ഉറങ്ങുന്ന ഫോട്ടോ ഒക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ നീ ഏത് ആപ്പിലാണ് കൊണ്ടിട്ട് എഡിറ്റ് ചെയ്തത്? ഒരു പിടിയും കിട്ടത്തില്ലല്ലോ. ചെറുതായിട്ട് ചേച്ചിയുടെ ഫോണിൽ നോക്കിയതാ. നിങ്ങൾ ട്വിൻസല്ലേ, അപ്പം ഞാൻ ഒരു എഡിറ്റ് ആപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്തതാണ്. ചേച്ചി ഉറങ്ങുന്ന ഫോട്ടോ കിട്ടിയാലും എനിക്ക് അവൻ ഉറങ്ങുന്നവരാക്കാൻ പറ്റില്ല. മുടിയൊന്ന് മാറ്റിയാൽ പോരെ, രണ്ട് ഇരട്ടൊക്കെ അല്ലേ, പിന്നെ ഒരേപോലെ അല്ലേ മുഖം ഇരിക്കുക. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. അവൻ ഉറങ്ങുന്ന ഫോട്ടോയ്ക്ക് അവിടെ നിന്ന് കിട്ടിയെന്നുള്ള ആൻസറാണിത്. പിന്നെ കുറച്ചൊക്കെ ഞാൻ ചേച്ചിയുടെ ഫോണിൽ നോക്കി, അത് വേറൊരു സത്യം. അമ്പടി ഭയങ്കരി, കടന്ന് ഉറങ്ങാൻ നോക്കാം കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം. പോയി കടന്നേക്ക്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഗുഡ് നൈറ്റ്. അയ്യോ, ഉറക്കമൊന്നും പോയില്ലേ? കുറച്ചുകൂടി കടന്നുറങ്ങിയാലോ? അല്ല, അവളെ കാണുന്നില്ലല്ലോ, പാറുവിനെ. അവൾ നേരത്തെ പോയല്ലോ, പിന്നെ എങ്ങനെ കാണും? എവിടെ പോവാൻ? അവിടെ തന്നെ ഇത്ര നേരത്തെയൊക്കെ പോകുന്നത്. അവളെ നേരത്തെ എഴുന്നേറ്റ് സ്കൂളിൽ പോയി. എവിടെ ഇത്രയും വലിയ കോളേജൊക്കെ പണിത് വെക്കുമ്പോൾ ഇവിടെ എന്തിനാണ് അവരുടെ സ്കൂളിൽ പോകുന്നത്? അവൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങിക്കാനുണ്ട്. നേരത്തെ പോയാൽ തരാമെന്ന് പറഞ്ഞു. എന്തായാലും നിന്നെയൊന്നും പോലെയല്ല, നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അവൾ സ്കൂളിൽ പോയി, അറിയോ? എന്നിട്ടും ലീവാണെന്നും പറഞ്ഞുകൊണ്ട് 10 മണി വരെ ഉറങ്ങരുത്. സത്യമായിട്ടും അതൊന്നും നല്ല കാര്യമല്ല കേട്ടോ. 10 മണിക്ക് എഴുന്നേറ്റിട്ട് കുറച്ചുകൂടി ഉറങ്ങണം. നിങ്ങളൊക്കെ എന്താടേ ഉറങ്ങാൻ വേണ്ടി ജനിച്ചവരാണോ? ഏത് നേരം നോക്കിയാലും ലീവിൻ്റെ സമയത്ത് 12 മണിക്ക് കൂർക്കം വെച്ച് കിടന്ന് ഉറങ്ങിക്കോളും. എന്നിട്ടും പറയുക ഉറക്കമൊന്നും ശരിയായില്ല, കുറച്ചുകൂടി കിടന്ന് ഉറങ്ങിയാലോ. എന്ത് പാട് ഇതൊക്കെ. ഇന്നലെ ടെസ്റ്റ് പേപ്പർ പറഞ്ഞേ പഠിച്ചില്ലല്ലോ. ആ കോളേജ് ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്ക്. ഇന്ന് മഴയായതുകൊണ്ട് ക്ലാസ്സും ഇല്ല, പരീക്ഷയും ഇല്ല. വെറുതെ അല്ല ഇത്ര നേരം ഞാൻ കിടന്നുറങ്ങി. നല്ല മഴയത്ത് ആരും എഴുന്നേക്കും? ശരിയാ, അതാ ഞാനും എഴുന്നേക്കാൻ ലേറ്റായ. എൻ്റെ ദൈവം, ഈ പെരുമഴയത്ത് ആ പാറു പോയേക്കുന്നത്. അവളങ്ങനെ ഒരു കുട പോലും എടുത്തിട്ടില്ല. അവളെങ്ങനെ തിരിച്ചു വരും? എൻ്റെ ദൈവം, ഇന്ന് മുഴുവൻ മഴയാണെങ്കിൽ അവൾ അവിടെ നിൽക്കേണ്ടി വരുമല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ അവളെ. ശരിയാ, അവളീ മഴയത്തല്ലേ പോയേ. വിളിച്ചു നോക്ക്, ഞാൻ വിളിക്കാം. എന്നാലും നീ എന്നെ വിട്ട് പോയില്ലേ? ഇന്ന് ജൂലൈ 12. നീ എന്നെ വിട്ട് പോയിട്ട് ഇന്നേക്ക് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞാവേ, നീ എന്തിനാ പോയെ? ചേച്ചി വിട്ട് എന്തിനാണ് പോയെ? ചേച്ചിക്ക് നിന്നെ കാണണം. നമുക്ക് മഴ പെയ്യുന്നു. ഇന്നിതാ പ്രദീപേട്ടനുമില്ല, നീയുമില്ല എൻ്റെ കൂടെ, ആരുമില്ല. പക്ഷെ നീ എല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അനിയ, നിന്നെ ഒന്ന് കണ്ണു നിറയെ കാണാൻ പോലും കഴിയില്ലല്ലോ. നീ പോയില്ലേ? ചേച്ചിയും അമ്മേനെയും അച്ഛനെയും ചേട്ടനെയൊക്കെ വിട്ട് പോയില്ലേ? എന്തിനാണ് നീ പോയേ? നിന്നെ എനിക്ക് എന്നെ കാണുന്നുണ്ടായിരുന്നു. പോയില്ലേ? പക്ഷെ നീ പോയില്ലേ? പോയില്ലേടാ നീ? എന്നാലും എന്തിനാണ് പോയത്? പ്ലീസ് ഒന്ന് വാ. എനിക്കറിയാം നിന്നെ ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന്, പക്ഷെ നീ വാ പ്ലീസ്, ഒന്ന് വാടാ എൻ്റെ കുഞ്ഞാവെ. ചേച്ചിയെ ഒന്ന് കണ്ടിട്ട് പോടാ, കണ്ടിട്ട് പോ. A few moments later. എടിന് നേരം വെളുക്കാൻ മുമ്പ് എഴുന്നേറ്റ് പോയതല്ലേ, നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയോ? അവിടെ മഴയാണോ? കിട്ടി ചേച്ചി. നീ വരാനായോ? വരാൻ പറ്റുമെന്ന് തോന്നില്ല ചേച്ചി. അതെന്താ? അമ്മാതിരി മഴയല്ലേ. ഞാനാണെങ്കിൽ ഒരു കുട പോലും എടുത്തിട്ടില്ല. നീ എവിടെയെന്ന് പറഞ്ഞാൽ വരണോ? വേണ്ട ചേച്ചി, ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യാം, എന്നിട്ട് വരാം. നിനക്ക് അവിടെയുള്ള ആളുകളൊക്കെ അറിയാവോ?
ഇവിടെ അടുത്ത എൻ്റെ ഒരു ആൻറ്റിയുടെ വീടുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എന്നാൽ ചേച്ചി ഫോൺ വെച്ചേക്ക്. ഓക്കെ ശരി, നീ ആൻറ്റിയുടെ വീട്ടിലെത്തിയിട്ട് വിളിക്കണം കേട്ടോ. ഓക്കെ ചേച്ചി. അവേ ചേച്ചി പോവാണേ. 2 hours later. ഇവിടെ എവിടെയോ ആൻറ്റിയുടെ വീടുണ്ടായിരുന്നു, പക്ഷേ കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. ഈ മഴയത്ത് അടയാൻ തുടങ്ങിയിട്ട് കുറേ നിൽക്കരു പറയും. പണ്ട് മഴയാണെങ്കിൽ നിൽക്കുന്നുമില്ല. അത് എവിടെ പോയി നിൽക്കും? അവിടെ കാണുന്നത് ശിവേട്ടനാണോ? അങ്ങോട്ട് പോയേക്കാം. ശിവേട്ടാ, ശിവേട്ടാ, ഇത് പാറുന്നല്ലേ? പാറു നീയോ? ഇത് നമ്മുടെ കോളേജിൽ ഒരുപാട് അകലെയായി പോയില്ലേ ഈ സ്ഥലം? എന്താ നിനക്കത് അറിയില്ലായിരുന്നോ? നീ എങ്ങോട്ടാ ഈ മഴയത്ത് പോകുന്നത്? ഞാൻ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ലീവും കൂടെ അല്ലേ, അപ്പം ഞാൻ എൻ്റെ പഴയ സ്കൂളിൽ വന്നതാണ്. എന്നിട്ട് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞോ? ആവശ്യമൊക്കെ കഴിഞ്ഞു, ബട്ട് ഞാനെങ്ങനെ തിരിച്ചു പോകും? ഈ മഴയത്തൊരു തിരിച്ചു പോക്ക് ഇമ്പോസിബിളാണ്. നമുക്കിവിടെ വല്ല റൂം എടുക്കാം. എന്തായാലും ഇനി ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്ന് നോക്കാം. ബാ. ഓക്കെ, ബട്ട് എങ്ങനെ വീട്ടിൽ പോകും? നീ ഇപ്പം എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? അയ്യോ, ഞാൻ വരുന്നു. എൻ്റെ കൂട്ടത്തിൽ പോവല്ലേ? A few moments later. വെൽക്കം മാം. വെൽക്കം സാർ. ഞങ്ങൾ എന്താണ് ഞങ്ങൾക്കൊണ്ട് ചെയ്തു തരേണ്ടത്? ചേച്ചി, ഞങ്ങൾക്ക് 2 റൂം വേണമായിരുന്നു. ഓ, ഐ എം സോറി മാം. എന്താ വെച്ചാൽ ഇവിടെ ഒരു റൂമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾ കപ്പിൾസ് അല്ലേ, നിങ്ങൾക്ക് ഒരു റൂമിൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ലേ? അയ്യോ ചേച്ചി. അതെ, ഞങ്ങൾ കപ്പിൾസ് ഞങ്ങൾ ഒരു റൂമിൽ സ്റ്റേ ചെയ്തോളൂ. ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം കാണിച്ചിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. ശിവേട്ടാ, നമ്മൾ കപ്പിൾസ് അല്ലല്ലോ, എന്തിനാ അങ്ങനെ പറഞ്ഞേ? പൊന്നു പോലെ തിരിച്ചു പറയാനൊക്കെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് റൂം കിട്ടില്ല. മാം സാർ, ഞങ്ങൾ ഈ റൂമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ മതി, ഞങ്ങളെ കൊണ്ടുതരാം. ഓക്കെ താങ്ക്സ്. നിങ്ങൾ പോയിക്കോളൂ. അതെ, നിങ്ങൾ പോയിക്കോളൂ. പോയിക്കോ. പാർവതി, നീ ഇവിടെ നിൽക്കും, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ശരിയേട്ടാ. പാരു, നീ കൺട്രോൾ കളയരുത്. കൺട്രോൾ യുവർ സെൽഫ്. 6 hours later.